ഹായ്. അപ്പം ഇന്ന് നമുക്ക് എല്ലാവർക്കും പാടെ ഒരു വൺ ഡേ ട്രിപ്പാണ് പോയാലോ? ഞാനും എൻ്റെ ഫ്രണ്ട്സും റെഡിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പാടെ ഒരു കാര്യം ചെയ്യാം. സൗദി അറേബ്യയിലെ വാദിലച്ച് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോവാം. അപ്പോൾ എല്ലാവരും ഇന്ന് കൂടെയല്ലേ? അപ്പോൾ ഞങ്ങളിതാ പോവുകയാണ്. അപ്പം നിങ്ങളും പിന്നാലെ പോരിട്ടോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അബഹ കമീസിലാണ്. കമീസിൽ തന്നെ വണ്ടി റെൻറ്റും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 6 മണിക്ക് നീച്ചൊരുങ്ങി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയായിരുന്നു. കുറച്ച് സ്നാക്സ്, അതുപോലെ വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാറിൽ കയറി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഗൂഗിൾ ആൻറ്റി പറയണ പോലെ നേരെ വിട്ടു. പ്രവാസം തുടങ്ങിയിട്ട് 2026 2 വർഷമായി. സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല മരുഭൂമി, ഒട്ടകം ഇതൊക്കെ കാണാമെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഞങ്ങൾ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ അബഹയാണ്. അബഹ കമ്മീഷൻ ഷെയ്ഖ് പറഞ്ഞ പ്രവാസികൾക്കൊക്കെ പൊതുവെ അറിയാം അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. നമ്മളെ ഊട്ടിയിലെ സെയിം കാലാവസ്ഥയാണ്. എല്ലാ സമയത്തും പൊതുവെ വലിയ ചൂടോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും. പിന്നെ തണുപ്പ് കാലത്ത് പിന്നെ പറയണ്ട, നല്ല തണുപ്പ് തന്നെയാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു കോംപ്രമൈസും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ കയറി തമീസും ഡാലും അതുപോലെ കുറച്ച് ഐറ്റംസ് കഴിച്ചു. പിന്നെ നമ്മളെ വണ്ടി ഓടിക്കുന്ന ആളാണ് അഖില്. പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, നല്ലൊരു മൂഡായിട്ട് വൈബായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കന്മാർ ഡാൻസ് അങ്ങനെയൊക്കെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ പുറത്തെ കാഴ്ചകൾ പറയുകയാണെങ്കിൽ റോഡ് സൈഡ് ഒക്കെ അടിപൊളിയാണ്. നമ്മളിതാ ഒരു ടണൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതിലുള്ള യാത്രയൊക്കെ ഞങ്ങളുടെ പ്ലേസിൽ നിന്ന്, അതായത് കമീസിന്ന് വാതിലജബിക്ക് കറക്റ്റ് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ യാത്ര ഉള്ളത്. അത് 2 വഴിയുണ്ട്. അതായത് ഒരു വഴിയിൽ 159, അതുപോലെ തന്നെ ഒരു വഴിയിൽ 200 കിലോമീറ്ററും ഇങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ വന്നപ്പോൾ ഒരു വഴിയിലും പോയപ്പോൾ വേറെ വഴിയിലാണ് പോയത്. 2 ഭാഗത്തെ കാഴ്ചകളും കാണാമല്ലോ വിചാരിച്ചിട്ട്. നമ്മൾ പോരുന്ന റോഡരികിൽ കാണാം നമ്മൾ ഒട്ടകങ്ങൾ ഇങ്ങനെ കാണാം. അവരിങ്ങനെ പുല്ല് മേയുന്നതും അങ്ങനെ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ കഴുതകൾ കൂട്ടമായിട്ടിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ കുരങ്ങന്മാർ കൂട്ടമായിട്ടുണ്ടാവും. അങ്ങനെ പാറപ്പുറത്ത് കൂടെ കാര്യമായിട്ട് അവർക്കൊന്നും സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാമല്ല തോന്നും, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അതങ്ങനെ അവരെങ്ങനെ കാണാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിലും റോഡിൻ്റെ 2 സൈഡും മലകളായിരിക്കും. മല പറഞ്ഞാൽ നല്ല ചെങ്കുത്തായിട്ടുള്ള മലകൾ അറിയാം. മലയല്ല, മല എന്നും പറയാൻ പറ്റില്ല, പാറ. ഈ കല്ലുണ്ടല്ലോ വലിയ ഹൈറ്റിൽ, നല്ല ഹൈറ്റിൽ നിൽക്കുന്ന പാറ, അതിൻ്റെ ഇടയിലൂടെയാണ് റോഡ് പോകുന്നത്. അപ്പോൾ 2 സൈഡും പാറയാകുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. കാരണം ഈ യാത്ര തുടങ്ങിയിട്ട് ഇത് അവസാനം വരെയും ഈ പാറ തന്നെയാണ് സത്യത്തിലുള്ളത്. പിന്നെ നമ്മൾ ഈ ചുരവും കാര്യങ്ങളും ഇറങ്ങും തോറും പാറയുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അത് സംഭവം കാണാൻ ഭയങ്കര ഒരു വൈബാണ്, നല്ല ഭംഗിയാണ്. ചുരവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്, ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വളവും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഇത് ജിസാൻ പ്രവശ്യയാണ്. അപ്പോൾ അതായത് വാതിലജബ് ജിസാൻ പ്രവശ്യയിലാണ് ഉള്ളത്. നമ്മളുള്ളത് അസീർ പ്രവശ്യ എന്നാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഒരു ചെക്ക് പോയിൻ്റ്. പിന്നെ നമ്മൾ ഏകദേശം അവിടെ എത്താനായി. ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇനി ഏകദേശം സ്ഥലത്ത് ഇനി നമുക്ക് ഇവിടെ നിന്ന് നടക്കാനുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പിന്നെ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തായാലും അടിയായിട്ട് നമ്മൾ ക്യാമറയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതേപോലെ അങ്ങോട്ട് കുറച്ചുകൂടി പോവാം വണ്ടിക്കൊക്കെ. അത് നമ്മളെ ലാൻഡ് ക്രൂസർ ഇല്ലെങ്കിൽ GMC ഇങ്ങനത്തെ കുറച്ച് ഹൈറ്റുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകാവുന്നേ ഉള്ളൂ. അതായത് പിന്നെ അങ്ങോട്ട് എന്തായാലും നടക്കേണ്ടി വരും, കാരണം പിന്നെ അങ്ങോട്ട് വണ്ടി പോകാത്ത ഏരിയയാണ്. എന്തായാലും പ്ലേസ് എന്തായാലും അടിപൊളിയാണ്. കണ്ടപ്പോൾ ഭയങ്കര ഇതായി. നമ്മൾ കുറേ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള പ്ലേസാണിത്. പിന്നെതാ ഞങ്ങളിതാ അങ്ങനെ നടന്ന് കുറേ പോയി കുറേ സ്ഥലത്ത് നിന്ന് എത്തിയപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എത്തി. പിന്നെ ഇവിടേക്ക് വരാൻ എപ്പോഴും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ, അതായത് ഏകദേശം ഒരു 6 മണി 7 മണി ആ ടൈമിൽ ഇവിടെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഞങ്ങൾ എത്തിയ സമയത്ത് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. വെയിലിന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറേ നടക്കാനുള്ളതുകൊണ്ട് അത് പിന്നെ നമ്മളെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെയിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അവിടെ എത്താനും കഴിയും. മഴയുള്ള സമയത്ത് ഇവിടേക്ക് വരാൻ കഴിയില്ല, ഇവിടെ അടച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പോയി. ഈ വരുന്ന ആളാണ് നാസിം. പിന്നെ വീണ്ടും നമ്മളിതാ ഇങ്ങനെ പോയി ഇങ്ങനെ നടന്ന് പോയി. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ ഇയാളാണ് അനീഷ്.
പിന്നെ നമ്മൾ അഖിലിതാ നമ്മളെ കുറച്ച് പരിപാടികളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ആക്റ്റീവായിട്ട്. പിന്നെ അവിടെ ചെറിയൊരു എന്താ പറയുക, ചെറുതല്ല അത്യാവശ്യം കുണ്ടുണ്ട്. അവിടെ ഇറങ്ങി ചെറുതായിട്ടൊക്കെ ഒന്ന് മുങ്ങി ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ പരിപാടി നോക്കി. ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മുങ്ങി, ജസ്റ്റ് ഒന്ന് നീന്തി. നമ്മൾ വണ്ടി നിർത്തുന്ന ഏരിയ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് തിരിയാം. അതിൽ നമ്മൾ ലെഫ്റ്റിക്ക് തിരിയായിരിക്കും ഒന്നുകൂടി ബെറ്റർ. റൈറ്റിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറേ പോകാണ്ട്. റൈറ്റിൽ ഞങ്ങൾ ഒരു വിധം പോയിട്ട് അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് പിന്നെ നമ്മൾ ലെഫ്റ്റിക്ക് പോയത്. അവിടെയാണ് അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ എന്താ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ വെള്ളം കാര്യങ്ങളുള്ളിടത്ത് എത്തി. ഈ പാറ കയറിയിട്ട് വേണം, ഈ പാറ കയറി കഴിഞ്ഞാലാണ് എന്താ പറയുക, അതിൻ്റെ അപ്പുറമാണ് അത്യാവശ്യം വെള്ളം കാര്യങ്ങളും. ഈ പാറ കയറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറാണ്. അത് കുറച്ച് സംഭവം കുഴപ്പമൊന്നുമില്ല. ഇവിടെ സൗദികൾ ഈ ഭാഗത്തുള്ള, അതായത് ഈ ഭാഗത്തുള്ള സൗദികളുണ്ടല്ലോ, അതിനെന്താ ജബലി അങ്ങനെ എന്തോ പറയും. അപ്പോൾ അവരാണ് ഇവിടെ മെയിനായിട്ട്. അവർ ഇതാ കയറ് പിടിച്ച് കയറണു, നല്ല ഹൈറ്റുള്ള അവിടെ നിന്ന് വെള്ളത്തേക്ക് ചാടണു, അങ്ങനെ കുറേ പരിപാടികൾ. ഞങ്ങളെന്താ വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ കുറേ നടന്നതും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഈ കയറ് പിടിച്ച് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ അപ്പുറം കയറിയില്ല. കയറെന്താ വെച്ചാൽ അയച്ചുകൂട്ടിയിട്ടുള്ള കയറാണ്. പിന്നെ കുറേ സൗദികളുണ്ട് മറ്റേ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതായത് ആ പാറേൻ്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. പുതപ്പ്, അതുപോലെ അവർ കടക്കാനുള്ള പരിപാടി മറ്റേ മറിച്ചൊക്കെ ആയിട്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വിഷയമൊക്കെ നമ്മൾ റീൽസിൽ കുറേ കണ്ടിട്ടുണ്ട്. നമ്മളതൊക്കെ നമ്മൾ പോരുമ്പോൾ നമ്മളതൊക്കെ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെതാ ഒരു ചങ്ങായി ഇങ്ങനെ ചാടണം എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി നിൽക്കണു. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ പേര് ചാടി. പക്ഷെ അയാൾ വെറുതെ എന്താ പറയുക, ആറ്റിറ്റ്യൂഡ് ഇട്ട് അവിടെ ഇരിക്കുക, ചാടണ. ലാസ്റ്റ് ഇവരൊക്കെ അവിടെ പിടിച്ച് ഇറക്കി. അത് വേറെ കോമഡി. ഇയാൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ ചാടണം. ഇവർ ചാടുന്നതിൻ്റെ മുന്നേ തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി. ഈ അപ്പുറത്തെ സൈഡിലും പാറയാണ്, പിന്നെ ഈ പാറയിൽ അവർ ചാടണം. അതിൻ്റെ ഇടയിൽ ഒരു സൗദിക്കാരന് അവിടെ നിന്ന് തല മിഞ്ഞിട്ട് അവരിറക്കി, ആ പാറയമ്മ കൂടെ തന്നെ കയറുമ്പോൾ കൂടെ ഇറക്കി. ഞങ്ങളിതാ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അതിൻ്റെ അപ്പുറം നമ്മുടെ റീൽസിലൊക്കെ കാണുന്ന ഒരു ഏരിയ പറയുന്നത് ഈ പാറയുടെ അപ്പുറമാണ്. അവിടേക്ക് ഞങ്ങൾക്ക് എന്തായാലും അവിടേക്ക് ഞങ്ങൾ ആ കയറത്ര സേഫ്റ്റിയും പിന്നെ അങ്ങോട്ട് കയറാനുള്ള ബുദ്ധിമുട്ടും കാരണം ഞങ്ങൾ കയറിയില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അതുപോലെ പ്രവാസികളും സൗദിയിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒരു ഉപകാരപ്പെടും വിചാരിക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.